ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്താണ് ഈ ഒരു സമയം നിങ്ങളെ അറിയിക്കാനായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ സോൾ മെസ്സേജസ് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നത്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഈ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. വാട്ട് ദേ റിയലി വോണ്ട് ടു ടെൽ യു ആൻഡ് ദെയർ സോൾ മെസ്സേജസ് ഫോർ യു. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഈ പേഴ്സണ് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകാനായിട്ടുള്ളത്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, യെസ്, ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ്. ഒരുപാട് സമയത്ത് അവർക്ക് നമുക്ക് ആ ഒരു എനർജിയിൽ നിന്ന് കിട്ടുന്നവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തിയുടെ അരികിൽ നിങ്ങളില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കാം. എങ്കിലും അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നതിനും ചിലപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പും ആയിരിക്കാം. അവർക്ക് നിങ്ങളുടെ സാമീപ്യം വരെ ആഗ്രഹിക്കുന്നതുമായിരിക്കാം. ഈ ഒരു സമയത്ത് അവരൊരുപാട് തരത്തിൽ ടെൻസ്ഡ് ആണ് എന്നാണ് കാണുന്നത്. ആൻഡ് വി ഹാവ് ടു മെനി ഡിഫറൻസസ്. നിങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ ഡിഫറൻസസ് ഉണ്ട് ഓൾറെഡി. ചിലപ്പോൾ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ടാവുക, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തി അതൊക്കെ കൂടുതലായിട്ട് വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്, അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പറഞ്ഞ കാര്യം തന്നെ അവർ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയാൽ മറ്റുള്ളവർ എന്ത് പറയും, ഇത്തരത്തിലുള്ള ഒരു തോട്ട് ഈ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ നിങ്ങളുടെ പേഴ്സണായിട്ട് സെപ്പറേഷനിൽ പോയിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു, നിങ്ങളോട് പറയാൻ ആയിട്ട് ചിന്തിക്കുന്നു, ഈ റിലേഷൻഷിപ്പ് റീകണക്റ്റ് ചെയ്യണം എന്ന് തന്നെ. ആൻഡ് ദ ലെസൺസ് ഐ ലേൺ ഫ്രം അസ് വിൽ നെവർ ബി ഫർഗോട്ടൺ എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷനിൽ ആളെ ഉണ്ടായിരിക്കുന്ന ഒരു ജീവിത പാഠങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നുള്ളതാണ്. ഈ വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടൊരു സോൾ കോൺട്രാക്റ്റ് ഉണ്ട് എന്നുള്ളത്. അതായത് ഒരു ആത്മബന്ധം, അതും അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കണക്ഷൻ ഉണ്ട്. നിങ്ങളിപ്പോൾ കോൺടാക്റ്റിലില്ല, അല്ലെങ്കിൽ ഒത്തിരി നാളുകളായിട്ട് ലോങ് ഡിസ്റ്റൻസിലാണ് എന്നിരുന്നാൽ പോലും ആ വ്യക്തിക്ക് ആ ഒരു കണക്ഷൻ അവരുടെ മനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോഴും, ഈ നിമിഷവും. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ മനസ്സിലാക്കുന്നത് ഇത് ആ ഒരു ആത്മബന്ധത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൊണ്ടുണ്ടായതാണ് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് യെസ്, വീണ്ടും ആ ഒരു സോൾ കോൺട്രാക്ട്, സോൾ കണക്ഷൻ, സോൾ ടൈ എല്ലാം ആ ഒരു കണക്ടിവിറ്റി നമുക്കിവിടെ തരുന്നുണ്ട്. ഇതൊരു കൺഫർമേഷനാണ്. ഇപ്പോഴും ആ വ്യക്തിക്ക് ഇപ്പോൾ ഡിസ്റ്റൻസ് അല്ല, നിങ്ങളെ തമ്മിൽ കണക്റ്റ് ചെയ്യാൻ മറ്റു പല കാര്യങ്ങൾക്കും അടിസ്ഥാനമുണ്ട് എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്. ആ ഒരു സോൾ കണക്ടിവിറ്റി അല്ലെങ്കിൽ സോൾ ടൈ ഇവിടെ ഇപ്പോഴും ആ വ്യക്തിക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്, അവർക്ക് ഫീൽ ആവുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ആൻഡ് പലപ്പോഴും പല ഹാബിറ്റ്സും ഈ റിലേഷൻഷിപ്പിൽ ആ വ്യക്തിക്ക് ഒഴിവാക്കാൻ കഴിയാത്തതായിട്ടുണ്ട്. അതായത് ചില ബാഡ് ഹാബിറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആ വ്യക്തിയുടെ ചില ഹാബിറ്റ്സ് ആയിരിക്കാം. അതൊക്കെ ഈ റിലേഷൻഷിപ്പിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമായിട്ടാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഇനി ഒന്നിച്ച് ചേർന്നാൽ പോലും അത് ചിലപ്പോൾ അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ, അല്ലെങ്കിൽ അവർക്ക് അതിന് ശ്രമിച്ചാലും അത് നടക്കാത്ത കാര്യമാണ് എന്നൊക്കെയാണ് അവരിവിടെ പറയുന്നത്. അതെന്താണെന്നുണ്ടെങ്കിലും നിങ്ങളതുമായിട്ട് കണക്ട് ചെയ്തെടുത്തോളുക. ഐ ഡിഡ്ന്റ് ആക്ട് വെൻ ഐ ഷുഡ് ഹാവ്. ഓക്കെ, ഒരുപാട് അവസരങ്ങൾ അവർ തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് അവർ വ്യക്തമാക്കുന്നത്. ആൻഡ്
അതായത് അവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്ന സാഹചര്യത്തിൽ അവർ മറ്റ് ചില കാര്യങ്ങളിലേക്ക്, മറ്റ് ചില റെസ്പോൺസിബിലിറ്റീസിലേക്ക് പോക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കെയർ ചെയ്യാനോ നിങ്ങൾക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് തരാനോ ഒന്നും ആ സമയത്ത് അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല. അതിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻ. ഇതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് ഓർക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ പേരിൽ. ആൻഡ് വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയെങ്കിലും അവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് വീണ്ടും നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരുമെന്നുള്ളതിലാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് അവർ കാത്തിരിക്കുന്നത് പ്രതീക്ഷയോടെ തന്നെ. ആൻഡ് നിങ്ങളോട് ഇതിനകം പറഞ്ഞിട്ടില്ലാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് രഹസ്യങ്ങൾ അവർ നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഇനി ഒരു മീറ്റിംഗ് നിങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അവർ ആ ഒരു സീക്രട്ട് തന്നെ നിങ്ങളോട് വെളിപ്പെടുത്തുമെന്നുള്ളതാണ് ഈ ഒരു സമയം അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സീക്രട്സ്. ഓക്കെ, തീർച്ചയായിട്ടും ഭയങ്കര കണക്ടിവിറ്റിയാണ് ഓരോ കാർഡും വരുന്നത്. ഇപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞ് നിൽക്കുമ്പോൾ നെക്സ്റ്റ് കാർഡ് അത് തന്നെയായിരിക്കും. ഓക്കെ, ഐ ഹാവൻ ടോൾഡ് യു എവറിത്തിങ്. എല്ലാ കാര്യങ്ങളും ഒന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ആ സീക്രട്ട് എന്താണോ അത് നിങ്ങളോട് പുറത്ത് പറയാനായിട്ട് തുറന്ന് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻസ് ഹേർട്സ് യു. അവർ പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. അത് നിങ്ങളെ തന്നെ ഒരുപാട് തരത്തിൽ വേദനിപ്പിച്ചു എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അത് അവരുടെ ഒരു കഴിവില്ലായ്മയാണ് എന്നവർ അക്സെപ്റ്റ് ചെയ്യുകയാണ് ഈ ഒരു സമയത്ത്. അവരുടെ ഒരു ഷാഡോ സൈഡ് അല്ലെങ്കിൽ ഡാർക്ക് സൈഡ് എന്നൊക്കെ പറയാം നമുക്ക്. ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ലൈഫിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവർ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി, ഒരുപാട് കാര്യങ്ങൾ, തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള കാരണമായി എന്നൊക്കെയാണ് ഈ ഒരു ഡിസ്റ്റൻസിനെ അവർ പറയുന്നത്. സോ ഐ എം അഫ്രൈഡ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ. അതുകൊണ്ട് തന്നെ അവർ പേടിക്കുന്നുണ്ട്. ഇനി ഒരുപാട് താമസിച്ചു പോയി, നിങ്ങളുമായിട്ട് കോൺടാക്റ്റിൽ വരാനായിട്ട് താമസിച്ചു പോയി, ടൈം ഒരുപാട് കടന്നു പോയി എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്, ഭയപ്പെടുന്നുണ്ട്. ആൻഡ് അവർ മനസ്സിലാക്കുന്നത് നിങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കും, അവരെ മനസ്സിലാക്കും എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ സാഹചര്യങ്ങളെ പുറത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ കാണുന്ന മാത്രയിൽ തന്നെ എന്തായിരുന്നു അവരുടെ സിറ്റുവേഷൻസ് എന്ന് അവർ വെളിപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ പലപ്പോഴും ഈഗോ ഇഷ്യൂസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഇനി അവർ നിങ്ങളെ വിട്ടിട്ട് മറ്റൊന്നിലേക്ക് മൂവ് ചെയ്യില്ല എന്നുള്ളതാണ്. ആ റണ്ണർ എനർജിയിലേക്ക് പോവില്ല എന്നുള്ളൊരു പ്രോമിസ് കൂടി തരുന്നുണ്ട്. ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ്. അവരുടെ തെറ്റുകൾ എന്താണോ അത് തിരുത്താനായിട്ട് ഈ വ്യക്തി ശരിക്കും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓവറോൾ എനർജി നമുക്ക് മനസ്സിലാകുന്നവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവരുടെ തെറ്റുകൾ സ്വയം അവർ മനസ്സിലാക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. അവരുടെ ലൈഫിലുള്ള സീക്രട്സ് എന്തൊക്കെയാണോ അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്തതായിട്ട് എന്തൊക്കെയുണ്ടോ അത് തീർച്ചയായിട്ടും നിങ്ങളോട് തുറന്നു പറയാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരേക്കും ബൈ.